നമുക്കറിയാം കേരളം ഒരു വലിയ തെരഞ്ഞെടുപ്പ് ചർച്ചയിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കലും അതുപോലെ മന്ത്രിമാർക്ക് വേണ്ടി പോലുമുള്ള ചരടുവലികൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മലബാറിൽ 4-ാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് ഏറ്റവും ചർച്ചയാകുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ലീഗിന്റെ മണ്ഡലമായ പേരാമ്പ്ര തന്നെയാണ്. പേരാമ്പ്രയിൽ ഒരു അട്ടിമറി വിജയം ഉണ്ടായാൽ മാത്രമേ UDF വിചാരിക്കുന്നത് പോലെയുള്ള ഒരു അനുകൂല തരംഗം മലബാറിൽ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഭരണം പിടിക്കുന്ന രീതിയിലേക്ക് മലബാറിനെയും കേരളത്തിൽ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഒരു അട്ടിമറി വിജയം നേടുകയുള്ളൂ. അത്തരത്തിൽ നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് ഫാത്തിമ തെഹലിയ ലീഗിന്റെ സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയും അതുപോലെ LDFന്റെ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും മത്സരിക്കുന്ന മാറ്റുരക്കുന്ന ഏറ്റവും ചർച്ചയായ പ്രചരണ സമയത്ത് തന്നെ കേരളത്തിലുടനീളം രാഷ്ട്രീയ വിവാദമായ ഒരു പേരാമ്പ്ര മണ്ഡലം എന്ന് പറയുന്നത്. ഇവിടെ ലീഗിന്റെ ഉരുക്കു വനിതയെന്നും ലീഗിന്റെ ഷാഫി പറമ്പിൽ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഫാത്തിമ തെഹലിയെ വിജയിച്ചു വരാനുള്ള സാധ്യത എത്തരത്തിലാണ്? ഇപ്പോൾ UDF അവർ പ്രതീക്ഷിക്കുന്നത് 3000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തിൽ UDF അവിടെ വിജയിച്ചു കയറി വരുമെന്നാണ് മുസ്ലിം ലീഗും UDFും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ LDF പ്രതീക്ഷിക്കുന്നത് 6000 മുതൽ 7000 വരെ വോട്ടിന് അവിടെ വിജയിച്ചു കയറും എന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 22,000-ൽ പരം 22,500-ൽ പരം വോട്ടുകൾക്ക് TP രാമകൃഷ്ണൻ വിജയിച്ച ഒരു മണ്ഡലത്തിൽ LDFന് ഇപ്പോൾ 6000 മുതൽ 7000 വരെ വോട്ട് മാത്രമേ ഭൂരിപക്ഷം ഉണ്ടാകൂ എന്ന് അവർ പോലും കണക്ക് കൂട്ടുന്ന സ്ഥിതിയിലേക്ക് പേരാമ്പ്ര മണ്ഡലം ഒരു കുഴഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മാറിയിരിക്കുന്നു ഫാത്തിമ തെഹലിയയുടെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അവർ ഇത്തരത്തിലുള്ള കണക്കുകളിലേക്ക് എത്തുവാനുള്ള സാഹചര്യം നമുക്ക് മനസ്സിലാകും. കാരണം മേഖലയിലുള്ള ഒരു ഷാഫി തരംഗം 2024 ശേഷം ഷാഫി വടകരയിലേക്ക് MP സ്ഥാനത്ത് മത്സരിക്കാൻ വന്നതിന് ശേഷം ഈ മേഖലയിലുണ്ടായ മാറ്റം വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. കേരളത്തിൽ ഉടനീളം UDFന് ഷാഫി തരംഗമുണ്ടെന്ന് പറയുമ്പോൾ മലബാറിൽ പ്രത്യേകിച്ചും ഇത്തരത്തിൽ വടകര പേരാമ്പ്ര മേഖലകളിൽ അത് പറയേണ്ടതില്ല. കാരണം ഷാഫി ഗ്രൗണ്ടിൽ ഇറങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മേഖലകളാണ് ഇവിടെയൊക്കെയും. 2024-ൽ ഷാഫി പറമ്പിൽ അവിടെ മത്സരിച്ചപ്പോൾ തന്നെ 19,342 വോട്ടുകൾ പേരാമ്പ്ര മേഖലയിൽ നിന്ന് ഷാഫി ഭൂരിപക്ഷം നേടി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഷാഫി ലീഗിലെ ഷാഫി എന്നറിയപ്പെടുന്ന ഫാത്തിമ തെഹലി അവിടെ മത്സരിക്കുമ്പോൾ അവൾ പേരാമ്പ്ര തൂക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ 4-ാം തീയതി ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമായ പേരാമ്പ്ര ഫാത്തിമ തെഹലിയെ എടുക്കുമോ? അവിടെ വളരെ കാലമായി തുടർന്നു വരുന്ന TP രാമകൃഷ്ണനും അതുപോലെ LDF സ്ഥാനാർത്ഥികളും ഒരു മാറ്റം അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. 2021-ൽ 82.60% പോളിംഗ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ 2026-ൽ 81.56% മാത്രമേ പോളിംഗ് നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത്രയൊക്കെ കോലിളക്കങ്ങൾ സൃഷ്ടിച്ച ഈ 2026-ലെ തെരഞ്ഞെടുപ്പിൽ ഫാത്തിമ തെഹലിയ വരികയും വലിയ വിവാദ വിഷയങ്ങൾ അവിടെ ഉണ്ടാവുകയും നമ്മുടെ മകളെ നമ്മൾ വിജയിപ്പിക്കണം എന്ന് മുസ്ലിം ലീഗ് പ്രചരണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് LDFന്റെ പ്രചരണ വാഹനം അനൗൺസ്മെന്റ് നടത്തുകയും അത് ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിനും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വടകര പണ്ട് കളിച്ചതുപോലെ പേരാമ്പ്രയിലും CPIയും LDF വിഭാഗവും കാണിക്കുന്നു എന്നൊക്കെയുള്ള വളരെ വലിയ വിവാദമായ ഈ മണ്ഡലത്തിൽ അവിടെ ഫാത്തിമ തെഹലിയക്ക് എത്രത്തോളം വോട്ടുകൾ ശേഖരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത്. 2021-ൽ CH ഇബ്രാഹിം കുട്ടിയെ 22,500-ലധികം വോട്ടിന് LDF അവിടെ തോൽപ്പിച്ചിരുന്നു. 2016-ൽ UDFലെ മുഹമ്മദ് ഇഖ്ബാലിനെ 4,100 വോട്ടിന് തോൽപ്പിച്ചിരുന്നു. അതായത് 2016-ൽ LDF നേടിയതിൽ കൂടുതൽ ഭൂരിപക്ഷം 2021-ൽ LDF നേടിയിട്ടുണ്ട്. എന്നാൽ 2026-ൽ എത്തുമ്പോൾ ആ ചിത്രം പൂർണ്ണമായും മാറി വരുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ ഫാത്തിമ തെഹലിയക്ക് അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് ഒരു യുവ നേതാവാണ്, ലീഗിലെ ഒരു യുവ നേതാവാണ് ഫാത്തിമ തെഹലിയ എന്ന് പറയുന്നത്. അത്തരത്തിൽ യുവാക്കളെയും യുവതികളെയും മുഴുവനായും കീഴ്പ്പെടുത്തുവാൻ ഫാത്തിമ തെഹലിയക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ചിട്ടയായ പ്രചരണങ്ങൾ അവിടെ നേടിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രചരണ സമയത്ത് കേരളത്തിലുടനീളവും മലബാറിലും വിവാദമായ ഒരു സ്ഥലം എന്ന നിലക്ക്
പത്രമാധ്യമങ്ങളിലൊക്കെയും ഫാത്തിമ തെഹലിയ ഉടനീളം നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളത് കൊണ്ട് ഫാത്തിമ തെഹലിയ അവിടെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വോട്ടും മറ്റും നേടാൻ കഴിയും എന്നാണ് രാഷ്ട്രീയ കേരളം മനസ്സിലാക്കുന്നത്. പക്ഷെ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പേരാമ്പ്ര മാറിയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിസ്സംശയം LDF പിടിക്കും, LDF തന്നെ ജയിക്കും എന്ന് പറഞ്ഞവർ പോലും ഈ പ്രാവശ്യം ഫാത്തിമ തെഹലിയക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അവിടെ പ്രവചിക്കാൻ അവർക്കും കഴിയുന്നില്ല. കാരണം ഇവിടെയുള്ള വോട്ടർമാർ ഒരു സ്ത്രീ പ്രാതിനിധ്യം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അത്തരത്തിൽ വിവിധ, അതുപോലെ തന്നെ ഒരുപാട് കാലമായി TP രാമകൃഷ്ണൻ എന്ന ആള് അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും അതുപോലെ LDF സ്ഥാനാർത്ഥികൾ തന്നെ അവിടെ വരികയും ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പേരാമ്പ്രയും ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളും അവിടെയുണ്ട്. അതായത് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളവും ആഞ്ഞടിച്ച് വീശുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അത് നമ്മൾ കണ്ടതുമാണ്. ആ ഒരു കാറ്റ് ഈ ഒരു 2024 തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ ഉണ്ടാകും എന്നാണ് UDFന്റെ നിഗമനം എന്ന് പറയുന്നത്. ചിട്ടയായ പ്രചാരണം അവിടെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇതിനൊക്കെ ഇടക്ക് നൂർബിന റഷീദിനെ പോലെയുള്ള വനിതാ ലീഗിലെ ചില നേതാക്കൾ എതിർപ്പുമായും രംഗപ്രവേശനം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഉള്ളിൽ തന്നെ ഇവളെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ പാടില്ല. കോഴിക്കോട് നിന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് വേറെ ആരെയെങ്കിലും വനിതാ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് പേരാമ്പ്രയിലോ മറ്റോ മുസ്ലിം ലീഗ് നിർത്തേണ്ടതുണ്ട് എന്ന് ഈ നൂർബിന റഷീദിനെ പോലെയുള്ളവർ ആഞ്ഞടിക്കുകയും അവൾ വനിതാ ലീഗിൽ നിന്ന് രാജിവെക്കുകയും ചെയ്ത മറ്റൊരു സംഭവം കൂടിയുണ്ട്. ലീഗിലെ വോട്ടർമാരെ അടർത്തിയെടുക്കുവാൻ നൂർബിന റഷീദിന് കഴിയുമോ എന്നുള്ളതും നമ്മൾ ഇതിൽ ഉറ്റുനോക്കേണ്ട വിഷയമാണ്. അതുപോലെ ന്യൂനപക്ഷ വോട്ടിനെ ഏകീകരിക്കുകയും അതൊക്കെയും തീർച്ചയായും പേരാമ്പ്ര മേഖലയിൽ ഈ ഫാത്തിമ തെഹലിയക്ക് അനുകൂലമായി വരുമോ? ഷാഫി തരംഗം എത്തരത്തിൽ ആഞ്ഞടിക്കും? ഈ ലീഗിലെ ആദ്യമായിട്ടുള്ള ഈ ലീഗിലെ ഒരു വനിതാ MLA ആവാൻ പോകുന്ന ഫാത്തിമ തെഹലിയ 4-ാം തീയതി ഏത് രീതിയിൽ പേരാമ്പ്രയിൽ കാഴ്ചവെക്കുമെന്നുള്ളത് കേരളവും നാമും ഉറ്റുനോക്കുകയാണ്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.